ഡോക്ടർ, നിങ്ങൾ കഴിവും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു നല്ല പ്രാക്ടീഷണറാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷേ ക്ലിനിക്കിലെ കസേരകൾ മാത്രം പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു, അല്ലേ? രോഗികൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ പോലും അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? വിഷമിക്കേണ്ട, നിങ്ങളുടെ അറിവും കഴിവും ശരിയായ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു വഴിയുണ്ട്. ഇതൊരു ബിസിനസിന്റെ ബിസിനസിന്റെ തന്ത്രമല്ല, മറിച്ച് ആളുകളുടെ വിശ്വാസം നേടാനുള്ള ഒരു വഴിയാണ്. ഇത് നിങ്ങളുടെ പ്രാക്ടീസിന്റെ തലവര തന്നെ മാറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലം പണ്ടത്തെ പോലെയല്ല. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ആളുകൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ പരതുകയാണ്. ബെസ്റ്റ് ഡോക്ടർ നിയർ മീ എന്നൊക്കെ അവർ തിരയുമ്പോൾ വരുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് അവർ നോക്കും. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ നല്ല വാക്കുകളോ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, ടെസ്റ്റിമോണിയൽസ് അവിടെ ഉണ്ടോ എന്നവർ നോക്കാറുണ്ട്. ഇന്നത്തെ രോഗികൾ ഒരു ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യാറുണ്ട്. പലപ്പോഴും അവര് ഓൺലൈനിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വായിക്കും, ഡോക്ടറുടെ അറിവും കഴിവും എത്രത്തോളം ഉണ്ട്, എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവര്. ഇവിടെയാണ് സത്യസന്ധമായി ചികിത്സിക്കുന്ന പല നല്ല ഡോക്ടേഴ്സിനും പുറകോട്ട് പോകുന്നത്. ചികിത്സിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷെ ഈ പുതിയൊരു ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ ആളുകളുടെ വിശ്വാസം നേടണമെന്നുള്ളത് ശരിക്കും അറിയില്ല. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേഷ്യൻസിന്റെ വിശ്വാസം നേടുക, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ വിശ്വാസം കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ക്ലിനിക്കുകളിലെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സീക്രട്ട് എന്താണ്? അത് വളരെ ഒരു ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സെല്ല് ചെയ്യാനായിട്ട്, വിൽക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുകയോ ചെയ്യുക, പകരം എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് ആളുകളെ നന്നായി പഠിപ്പിക്കുക, അവർക്ക് ശരിയായ ഇൻഫർമേഷൻസ് കൊടുക്കുക, അവരുടെ വിശ്വാസത്തിനെ നിങ്ങൾ ആദ്യമേ ആർജിക്കുക. നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂസ്, അറിവ് പങ്കുവെക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ട് കാണില്ല എന്നുള്ളതാണ്. പകരം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ട് ആയിട്ടാണ് നിങ്ങളെ കാണാൻ സാധിക്കുക. ഈ വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. ഇനി നമുക്കിത് എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം? അതിന് ഒരു വളരെ ലളിതമായ 3 വഴികളുണ്ട്. അതിന് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ആളുകൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയണം എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. എന്റെ അടുത്തുള്ള ഡോക്ടർ ആരാണ് എന്നൊരു വ്യക്തി ഗൂഗിളിൽ സെർച്ച് ചെയ്യാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേര് മുമ്പിൽ വരാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ഗൂഗിൾ മാപ്പിലും അതുപോലെ തന്നെ സെർച്ച് റിസൾട്ടിലൊക്കെ നിങ്ങളുടെ ക്ലിനിക്കിന്റെ പേര്, സ്ഥലം, പ്രവർത്തിക്കുന്ന സമയം, ഫോൺ നമ്പർ ഇവയെല്ലാം കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളെ വന്ന് കണ്ട പേഷ്യൻസിനോട് നല്ല ടെസ്റ്റിമോണിയൽസ്, അവരുടെ അഭിപ്രായങ്ങൾ, റിവ്യൂസ് രേഖപ്പെടുത്താൻ അവരോട് പറയാം. ഈ നല്ല റിവ്യൂ കാണുമ്പോൾ വരാൻ പോകുന്ന പുതിയ പേഷ്യൻസിന് ഒരു ധൈര്യം കിട്ടും. കൂടുതൽ ക്ലിനിക്കിന്റെ നല്ല ഫോട്ടോസും നിങ്ങൾ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ച് ഒരു ആമുഖവും അതിന്റെ കുറച്ച് ഫോട്ടോസും കുറിപ്പുകളും ഒക്കെ അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ സംഗതി ഉഷാറാവും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ലളിതമായി അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ലേഖനങ്ങൾ പോലെ ഒന്നുകിൽ ബ്ലോഗുകൾ എഴുതാം, അല്ലെങ്കിൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പ്രമേഹം ഒരുപാടുണ്ട്. എങ്ങനെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാം, കുട്ടികളുടെ ആരോഗ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ അറിവുകൾ നമ്മൾ നിങ്ങളുടെ സ്വന്തം ഒന്നുകിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളിലോ നിങ്ങളുടെ ബ്ലോഗുകളിലോ അല്ലെങ്കിൽ വീഡിയോസ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയാസിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇങ്ങനെ അറിവ് പങ്കുവെക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് നിങ്ങളോടൊരു റിലേഷൻഷിപ്പ് തോന്നും. അവരുടെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പേഷ്യന്റും ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ തുടങ്ങുകയാണ്, ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഓൺലൈൻ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ അറിവുകൾ, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ അവർ നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു നല്ല സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. ഇവിടെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ആരോഗ്യവുമായി ബന്ധപ്പെടുന്ന ഹെൽത്ത് ടിപ്സുകൾ പോസ്റ്റ് ചെയ്യാം, ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാം, ഒരു ലൈവ് ഒക്കെ പോയി അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോ അവിടെ അതൊരു പരസ്യം ഉണ്ടാവില്ല, പരസ്യമായിട്ട് ചെയ്യലല്ല, മറിച്ച് നിങ്ങളെ കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറുള്ള ഒരു ബഞ്ച് ഓഫ് ആളുകൾ ഓൺലൈനിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്.
ഈ വിശ്വാസമുള്ളവരാണ് പിന്നീട് നമ്മുടെ പേഷ്യൻസ് ആയിട്ടും ക്ലയൻസ് ആയിട്ടും ഒക്കെ ക്ലിനിക്കിലേക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞു വന്ന ഒരു ഒറ്റ കാര്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ള അറിവാണ് നമ്മുടെ ആളുകളെ നേടിയെടുക്കാനുള്ള ആയുധം. ഓക്കെ, ആ അറിവ് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്, ബ്ലോഗുകള്, സോഷ്യൽ മീഡിയ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. രോഗികളെ അവരുടെ അവസ്ഥകൾ കൃത്യമായിട്ടും കാര്യങ്ങൾ പഠിപ്പിക്കുക, അവരെ അവെയർ ചെയ്യുക. അപ്പൊ അവർ നമ്മളെ തേടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. ആരോഗ്യ രംഗത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളും ഇൻഫർമേഷൻസും കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിന്, ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും രീതിയിൽ അതൊരു ഹെൽപ്പ് ആവും. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നന്ദി, നമസ്കാരം.